അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കിയതുപോലെ ബർസഖ് എന്നുള്ളതാണ്. ഈ ബർസഖുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പം അതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇവിടെ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണ് ബർസഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാഷയിൽ ബർസഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസാനുൽ അറബ് എന്ന് പറയുന്ന അറബി ഭാഷാ നിഘണ്ടുവിൻ്റെ കർത്താവ്, ആ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇബ്നു മൻദൂർ എന്നാണ്. അദ്ദേഹം രേഖപ്പെടുത്തുന്നു, വൽ ബർസഖു മാ ബൈന ദുനിയ വൽ ആഖിറ ഖബലൽ ഹശർ മിൻ വഖ്തിൽ മൗതി ഇലൽ ബഅസ് ഫമൻ മാത ഫഖദ് ദഖലൽ ബർസഖ്. അതായത് ബർസഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദുനിയാവിൻ്റെയും ആഖിറത്തിലെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതിൻ്റെയും മുമ്പായിട്ടുള്ള മരണം മുതൽ പുനരുദ്ധാനം വരെയുള്ള ആ ഒരു കാലഘട്ടത്തിന് പറയുന്ന പേരാണ് ബർസഖ് എന്നുള്ളത്. ആരെങ്കിലും മരണപ്പെട്ടാൽ അവൻ ബർസഖിൽ പ്രവേശിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഒരു മതപരമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള നിർവചനവും നമുക്ക് കാണാം. ഏകദേശം ഇതൊക്കെ തന്നെയാണ്. ഇസ്തിലാഹിയായിട്ടുള്ള അതിൻ്റെ ഒരു അർത്ഥം ഹയാത്തുൻ ബൈന ഹയാത്തൈനി, രണ്ട് ജീവിതങ്ങൾക്കിടയിലുള്ള ഒരു ജീവിതമാണ് ബർസഖ് എന്ന് പറയുന്നത്. ഏതാ രണ്ട് ജീവിതം? ബൈന ദുനിയാ ബൈനൽ ഹയാത്തി ദുനിയാ വ ബൈനൽ ഹയാത്തിൽ ആഖിറ. ദുനിയാവിലെ ജീവിതത്തിൻ്റെയും ആഖിറത്തിലെ ജീവിതത്തിൻ്റെയും ഇടയിലുള്ള ജീവിതം. അത് ഷർഹു തഹാവിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ
രചയിതാവ്. ആ ഗ്രന്ഥത്തിന് ഒരുപാട് ആളുകൾ വിശദീകരണം എഴുതിയിട്ടുണ്ട്. ഇത് നാസുറുൽ അഖൽ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ എഴുതിയിട്ടുള്ള കിതാബിലെ നിർവചനമാണ്. അപ്പോൾ എന്താണ് ബർസഖ് എന്ന് എല്ലാവർക്കും വളരെ കൃത്യമായി ഇതോടുകൂടെ മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ബർസഖ് എന്നുള്ള പദം 3 തവണയാണ് വന്നിട്ടുള്ളത്. ഒന്ന് 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 100-ാമത്തെ സൂക്തം. അതിപ്രകാരമാണ് വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അവരുടെ പിന്നിൽ പുനരുദ്ധാന നാൾ വരെ, ഇലാ യൗമി യുബഅസൂൻ എന്ന് പറഞ്ഞാൽ പുനരുദ്ധാന നാൾ, അതുവരെ ഒരു ബർസഖുണ്ട് എന്നാണ്. ബർസഖിന്റെ മലയാളത്തിലുള്ള അർത്ഥം എന്താ? ബർസഖ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ, തടസ്സം എന്നൊക്കെയാണ്. നമ്മളിപ്പോൾ ആലമുൽ ബർസഖ് എന്ന് കേൾക്കാറുണ്ട്. ആലമുൽ ബർസഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൂചിപ്പിച്ച ഈ ജീവിത കാലഘട്ടം അത് തന്നെയാണ്, ആത്മാക്കളുടെ ലോകം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ 3 തവണയാണ് ഇത് വന്നതെന്ന് പറഞ്ഞല്ലോ. അതൊന്ന് സൂറത്തുൽ മുഅ്മിനൂൻ 100-ാമത്തെ സൂക്തം. അവിടെ പറയുന്നത് വമിൻ വറാഇഹിം എന്നാണ്, അവരുടെ പിന്നിൽ. അവരുടെ പിന്നിൽ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മുന്നിൽ എന്നാണ് അർത്ഥം. വറാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ അർത്ഥം അറിയാം. പക്ഷേ ഖുർആൻ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് അവരുടെ മുന്നിൽ, അതാ മരണാനന്തരമാണ്. മരണാനന്തരമാണ് ഈ ബർസഖ് എന്നുള്ളതാണ്. ശരി, മറ്റൊന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ 25-ാം അധ്യായം 53-ാം സൂക്തത്തിലാണ് ബർസഖ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. അവിടെ വജഅല ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ജൂറ എന്നാണ്. അതായത് സമുദ്രത്തിലെ ഒരു ഭാഗത്ത് സ്വച്ഛമായ ശുദ്ധമായിട്ടുള്ള ജലം, മറ്റൊരു ഭാഗത്ത് അരോചകമായിട്ടുള്ള ഉപ്പിൻ്റെ രുചിയുള്ള വെള്ളം. അപ്പോൾ ഈ രണ്ടിനുമിടയിൽ, ജലാശയങ്ങളിലെ ഈ 2 തരം ജലങ്ങൾക്കിടയിൽ വജഅല ബൈനഹുമാ ബർസഖൻ, അവക്കിടയിൽ നാം ഒരു മറ ഏർപ്പെടുത്തിയിരിക്കുന്നു. വഹിജ്റൻ മഹ്ജൂറ, ശക്തമായിട്ടുള്ള ഒരു തടസ്സവും നാം നിർണയിച്ചിരിക്കുന്നു എന്നാണ്. ഇതേ ആശയത്തിന് ബർസഖ് എന്നുള്ള പദം 55-ാം അധ്യായം സൂറത്തുർ റഹ്മാനിൻ്റെ 20-ാം സൂക്തത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മറജൽ ബഹറൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. അതായത് മറജൽ ബഹറൈൻ, 2 ജലാശയങ്ങൾ, 2 സമുദ്രങ്ങൾ, അതെന്ത് ചെയ്യുന്നു? അത് അല്ലാഹു തആല അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. യൽതഖിയാൻ, ലിഖാ, പരസ്പരം അത് കണ്ടുമുട്ടുന്നു, കൂടിച്ചേരുന്നു ആ രൂപത്തിൽ. പക്ഷേ ബൈനഹുമാ, കൂടിച്ചേരുമോ? അത് കലരുമോ? ബൈനഹുമാ, അവക്കിടയിൽ ബർസഖുൻ ലാ യബ്ഗിയാൻ, ഒരു മറയുണ്ട്, പരസ്പരം അതിക്രമം നടത്താൻ കഴിയാത്ത വിധത്തിൽ, പരസ്പരം കൂടിക്കലരാത്ത വിധത്തിൽ. ഒന്ന് ഉപ്പില്ലാത്ത ശുദ്ധമായ സ്വച്ഛമായ ജലം, മറ്റൊന്ന് ഉപ്പിൻ്റെ ആ രുചിയുള്ള വെള്ളം. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ബർസഖ് എന്ന് പറയുന്ന പദം 3 തവണ വന്നു എന്ന് പറഞ്ഞു. പക്ഷേ 2 ആശയങ്ങളിലാണത് വന്നത്. ഒന്ന് മരണവുമായി ബന്ധപ്പെട്ട് ആ ശരീരമുണ്ടല്ലോ, മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് അങ്ങോട്ട് പുറപ്പെട്ടത് മുതൽ പുനരുദ്ധാന നാളിലെ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുന്നതിനിടയിലുള്ള കാലഘട്ടം, ആ ആശയത്തിനാണൊന്ന്. മറ്റൊന്ന് കടലിലെ ഈ പ്രതിഭാസത്തെക്കുറിച്ചും. ഇതാണ് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ബർസഖ് എന്നുള്ള പദം. എന്നാൽ ഹദീസുകളുടെ അത് നോക്കുകയാണെങ്കിൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അനവധി ഹദീസുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും.
ഇനി നമ്മൾ അറിയേണ്ടത് ഖബറിലുള്ള അവസ്ഥാവിശേഷങ്ങളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഖബർ എന്ന് പറയുന്നത് ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഖബർ എന്ന് പറയുന്നത് ഒന്നുകിൽ സ്വർഗത്തോപ്പുകളിൽ ഒരു തോപ്പായിരിക്കും, അല്ലെങ്കിൽ ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ, അല്ലെങ്കിൽ നരകത്തിൻ്റെ ആഴമേറിയിട്ടുള്ള ആ കുണ്ട് അതിലൊന്നായിരിക്കും എന്ന്. സഹോദരങ്ങളെ, മനുഷ്യൻ ഈ ഭൗതിക ലോകത്ത് നിന്ന് അവൻ്റെ ആ ശരീരത്തിൽ നിന്ന് മലക്കുൽ മൗത്തും സംഘവും ആത്മാവ് റൂഹ് അത് വലിച്ചെടുത്തു കഴിഞ്ഞാൽ ആലമുൽ ബർസഖ് ആരംഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ സമയം മുതൽ അവൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ ആത്മാവ് മലക്കുകൾ ഉന്നതമായ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അവിടെ ഇല്ലിയ്യോനും സിജ്ജീനുമുണ്ട്. നല്ല മനുഷ്യരുടേത് ഇല്ലിയ്യീനിൽ, ചീത്തയാളുകളുടേത് സിജ്ജീനിൽ. അതൊക്കെ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ആ മനുഷ്യൻ്റെ ആത്മാവ് അവൻ്റെ ആ ശരീരത്തിലേക്ക് ഖബറിലേക്ക് മടക്കുന്നു. ആ മലക്കുകൾ വരുന്നു. മലക്കുകൾ വരുന്ന ആ സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇന്നൽ മയ്യിത ഇദാ വുളിഅ ഫീ ഖബരി, മയ്യത്ത് ഖബറിൽ വെക്കപ്പെട്ടാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, എങ്ങനെ മനുഷ്യൻ്റെ ആത്മാവ് എങ്ങനെ മനുഷ്യൻ്റെ ബോഡി എങ്ങനെ സംസ്കരിച്ചാലും ശരി, അവന് ആലമുൽ ബർസഖിലെ ആ അവസ്ഥകൾ അവന് അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇപ്പോൾ അതൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ബോഡി കബറടക്കം ചെയ്യുന്നു, അല്ലെങ്കിൽ വൈദ്യുത ശ്മശാനത്തിൽ സ്വിച്ചിട്ട് കത്തിക്കുന്നു. അതുപോലെ വാതക ശ്മശാനങ്ങൾ നമ്മുടെ കേരളത്തിൽ പല ഭാഗത്തും വാതക ശ്മശാനങ്ങളുണ്ട്. അങ്ങനെ ചെയ്യുന്നു. ഇനി അതല്ലെങ്കിൽ പുഴയിലെറിയുന്നു. പുഴയിൽ എറിയുന്നുണ്ടല്ലോ, ബോഡി അങ്ങനെ കൊണ്ടുപോയി തള്ളുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്തൊക്കെ അങ്ങനെയുള്ള ചില വിശ്വാസികളുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നാലും സമുദ്രത്തിനകത്ത് തള്ളപ്പെട്ടാലും വനാന്തരങ്ങളിൽ മൃതിയടഞ്ഞാലും എല്ലാവർക്കും ഈ ബർസഖിയായ കാലഘട്ടം അവിടെയുള്ള അവസ്ഥകൾ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഇതിൽ പറയുകയാണ്, ഈ ഹദീസിൽ പറയുന്നത് മനുഷ്യൻ അവൻ്റെ ഖബറിൽ വെക്കപ്പെട്ടാൽ, അപ്പം ഖബറെന്ന് പറഞ്ഞാൽ ഈ 6 അടി ആഴമുള്ള ആ ഒരു മണ്ണിനടിയിലുള്ള വീട് എന്ന് മാത്രമല്ല, ആത്മാവ് മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് പോയത് മുതൽ ഏതവസ്ഥയിലായിരുന്നെങ്കിലും, അതായത് കിലോമീറ്ററുകൾ ആഴമുള്ള സമുദ്രത്തിനകത്താണ് അവൻ്റെ ബോഡി നിക്ഷേപിച്ചതെങ്കിൽ അവിടെയും മലക്കുകൾ വരാം. കൊടും വനാന്തരങ്ങൾ, വലിയ ബിൽഡിങ്ങുകളുണ്ടല്ലോ, 20ഉം 30ഉം ഒക്കെ നിലകളുള്ള വലിയ ബിൽഡിങ്ങുകൾ, അത്ര ഉയരമുള്ള വൃക്ഷങ്ങളുള്ള വനമാണെന്ന് കരുതുക. അതിനകത്ത് കൊടും കാട്, അതിനകത്താണ് ബോഡിയെങ്കിലും അവിടെയും മലക്കുകൾ വരും. ഇവിടെ പറയുകയാണ് ഇന്നഹു യസ്മു ഖഫ്ക നിആലിഹിം ഹീന യുവല്ലൗന മുദ്ബിരീൻ. അതായത് അതിൻ്റെ ആശയം, ഖബറിൽ മയ്യത്ത് വെച്ചിട്ട് അവിടുത്തെ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ ചെരിപ്പടി ശബ്ദം കേൾക്കുമാറകലത്തിലെത്തുമ്പോൾ, സാന്ദർഭികമായൊരു കാര്യം കൂടെ പറയട്ടെ. ഈ ചെരിപ്പടി കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വരും എന്നുള്ള ഒരർത്ഥത്തിലാണത് പറയുന്നത്. അതല്ലാതെ മയ്യത്ത് ഈ ചെരിപ്പടികളൊക്കെ കേട്ട് ആരാണ് എന്താണ് എന്നുള്ള ആ അർത്ഥത്തിലല്ല. പല ആളുകളും അതൊക്കെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, അത്ര പെട്ടെന്ന് മലക്കുകൾ വരും. എന്നിട്ട് ഫഇൻ കാന മുഅ്മിനൻ, അവർ വിശ്വാസിയാണെങ്കിൽ, വിശ്വാസി അല്ലെങ്കിൽ അവിശ്വാസിയാണെങ്കിൽ ഓരോ ആളുകളോടും അവരോടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്.
വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും നമുക്കറിയാം പല ചോദ്യങ്ങളും ആളുകൾക്കിടയിൽ പ്രചാരമുണ്ട്. പക്ഷേ 3 ചോദ്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും ഉള്ളത്. ഒന്നെന്താ? അവൻ്റെ റബ്ബിനെ കുറിച്ചാണ് ചോദ്യം. നമുക്കറിയാം മൻ റബ്ബുക എന്നാണ് ചോദിക്കുക. ആരാണ് നിന്റെ റബ്ബ് എന്ന്. അല്ലാഹു റബ്ബി, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്നവന് പറയുന്നു. അതുപോലെ പ്രവാചകനെ കാണിച്ചു കൊടുത്തിട്ട് ഇതാരാണ് എന്ന് ചോദിക്കുന്നു. അപ്പോ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊരു വിശ്വാസിക്ക് പറയാൻ കഴിയും. അപ്പൊ അങ്ങനെ വിശ്വാസിയുടെ ഉത്തരങ്ങൾ. എന്നാൽ അവിശ്വാസിയുടെ അവസ്ഥയോ? അവൻ അറിയുകയില്ല, അവന് ഉത്തരം പറയാൻ കഴിയില്ല. അവൻ അട്ടഹസിക്കുകയാണ്, അവന് അലമുറയിടുകയാണ്. മലക്കുകളുടെ ചോദ്യത്തിന് മുമ്പിൽ അവൻ പതറുകയാണ്. ആ കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ അവൻ്റെ ആ ബർസഖിയായ കാലഘട്ടം രക്ഷയും ശിക്ഷയുമൊക്കെ ആരംഭിക്കുകയാണ്. സഹോദരങ്ങളെ, വിശ്വാസികളെ സംബന്ധിച്ചും അവിശ്വാസികളെ സംബന്ധിച്ചും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ 3-ാം അധ്യായം 170-ാമത്തെ സൂക്തം, അത് ഈ സന്ദർഭത്തിൽ നമ്മൾ അറിയണം. അല്ലാഹു തആല പറയുകയാണ്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകളെ സംബന്ധിച്ച് നീ അവർ മരണപ്പെട്ടവരാണെന്ന് വിചാരിക്കരുത്. പക്ഷേ അവർ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുക്കൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവിടെ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവിടെ അല്ലാഹുവിൻ്റെ അടുക്കൽ അവർക്ക് ഉപജീവനം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഫർഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളലി, അല്ലാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് നൽകിയത് ആ സംഗതികളെ കൊണ്ടവർ ആഹ്ലാദ ചിത്തരാണ്, സന്തോഷം കൊള്ളുന്നവരാണ്. വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം, അവരുടെ പിറകെ അവരോട് വന്നു ചേർന്നിട്ടില്ലാത്ത അവരുടെ ആളുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചും അവർക്ക് സന്തോഷം തന്നെയാണ്. അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയമോ ദുഃഖമോ ഇല്ല എന്നാണ്. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണ്. എന്തൊക്കെയാണ് ആയത്തിൽ പറഞ്ഞത്? അവർ ജീവിച്ചിരിക്കുന്നവരാണെന്ന് പറഞ്ഞു. അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉപജീവനം നൽകപ്പെടുന്നു എന്ന് പറഞ്ഞു. അവർ ആഹ്ലാദ ചിത്തരാണ്, സന്തോഷം കൊള്ളുന്നവരാണ് എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ വാഖിഅ അതിൻ്റെ 89, 88, 89 വചനങ്ങളിൽ അതിൽ പറയുന്നുണ്ട്, ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹുൻ വറൈഹാനുൻ വജന്നതു നഈം. അള്ളാഹുവിനോട് വളരെ അടുപ്പമുള്ള, നല്ല വിശ്വാസം, നല്ല ഈമാന്, നല്ല അമൽ സ്വാലിഹാത്തുകളൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തിട്ടുള്ള, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, സൂക്ഷ്മതാബോധമുള്ള ജീവിതത്തിൽ ധാർമ്മികമായിട്ട് വളരെ അള്ളാഹുവിനോട് കൂടുതൽ സാമീപ്യം നേടിയിട്ടുള്ള ആളുകളതാണ് മുഖറബീൻ. അങ്ങനെയുള്ള ആളുകൾ എന്തായിരിക്കും? ഫറൗഹൻ, അവർ ആശ്വാസത്തിലായിരിക്കും. വറൈഹാൻ, അവർ പരിമളത്തിലായിരിക്കും, സുഗന്ധത്തിലായിരിക്കും. അവർക്ക് സ്വർഗമെന്ന്, ഖബറെന്ന് പറയുന്നത് സ്വർഗത്തിലെ പരിമളം, സുഗന്ധം. സ്വർഗത്തിലേക്കൊരു കവാടം തന്നെ തുറക്കപ്പെടും എന്ന് കാണാനായിട്ട് കഴിയും. അതാണ് വജന്നതു നഈം. അവർക്ക് ആഖിറത്തിൽ എന്തുണ്ടാകും? അനുഗ്രഹീതമായിട്ടുള്ള സ്വർഗത്തോപ്പുകളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള ആളുകളുടെ പദവി, അതുപോലെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തിട്ടുള്ള ആളുകളുടെ അവസ്ഥകൾ,
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, നേരെ തിരിച്ച് വിശ്വാസം കളഞ്ഞു കുളിച്ച് നിഷേധത്തിൻ്റെ അധർമ്മത്തിൻ്റെയൊക്കെ പാതയിൽ സഞ്ചരിച്ചിട്ടുള്ള ആളുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അതിലേറ്റവും ഉദാഹരണമായിട്ട് ആലമുൽ ബർസഖിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അവിടെ അനുഭവിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ള ഫിർഔനിനെ കുറിച്ച് പറയുന്നു. ഫിർഔന് മാത്രമല്ല, ഫിർഔനിൻ്റെ ആളുകളും ഫിർഔനിൻ്റെ പ്രവൃത്തികളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ, എന്തിന്? അദ്ദേഹത്തിൻ്റെ കുഫറിനും അഹങ്കാരത്തിനുമൊക്കെ. ഖുർആൻ പറയുന്നത് സൂറ ഗാഫിർ 40 പറയുന്നു, അന്നാറു യുറലൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ. നരകം, അതിനു മുമ്പിൽ അവർ കാലത്തും വൈകുന്നേരവും പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ്. വയൗമ തഖൂമുസ്സാഅതു അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. എന്നിട്ടോ ഖിയാമത്ത് നാളായിക്കഴിഞ്ഞാൽ അല്ലാഹു തആല പറയും, അദ്ഖിലൂ, നിങ്ങൾ അവരെ പ്രവേശിപ്പിക്കുക. എന്തില്? അശദ്ദൽ അദാബ്, ഏറ്റവും കഠിനമായ ശിക്ഷയിൽ. അപ്പോൾ ആഖിറത്തിൽ ശിക്ഷ മാത്രമല്ല, വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുന്നു, പരലോകത്തുള്ള ശിക്ഷയ്ക്ക് പുറമേ മറ്റൊരു ശിക്ഷയുണ്ട്. ആ ശിക്ഷയാണെന്ത്? ഈ ബർസഖിയായ ലോകത്ത് അവിശ്വാസികൾ അനുഭവിക്കുന്നത്. കാലത്തും വൈകുന്നേരവുമൊക്കെ നരകങ്ങനെ കാണിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭയാനകമായിരിക്കും, എത്രമാത്രം ബീഭത്സമായിരിക്കും. നരകത്തിലെ വസ്ത്രങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ, നരകത്തിലെ വെള്ളത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ, അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് ആലോചിക്കൂ, അവിടെയുള്ള ചങ്ങലകളെക്കുറിച്ച് ചിന്തിക്കൂ, അവിടെയുള്ള അതിശക്തമായിട്ടുള്ള ശിക്ഷ, അവിടുത്തെ തീ, അവിടുത്തെ അഗ്നിയുടെ ആ നരകത്തീയിൻ്റെ കഠിനമായിട്ടുള്ള ശക്തി, അതൊക്കെ ആലോചിക്കുക. അതിനകത്ത് അതൊക്കെ ഇങ്ങനെ ഓരോ കാലത്തും വൈകുന്നേരവും അവർക്ക് കാണിക്കപ്പെടുമെന്നാണ് പരിശുദ്ധ ഖുർആന്. ഒരു അവിശ്വാസി ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ തന്നെ അവൻ്റെ ബർസഖിയായ കാലഘട്ടം ആരംഭിക്കുന്നു എന്നതിലേക്ക് സൂചന നൽകിക്കൊണ്ട് സൂറത്തു അൻആം 93 പറയുകയാണ്, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്. അക്രമികളായ ആളുകൾ അവർ മരണത്തിൻ്റെ വെപ്രാളത്തിൽ, ഖമറാത്ത് എന്ന് പറഞ്ഞാൽ വെപ്രാളം, മരണത്തിൻ്റെ വേദന, മരിക്കുന്ന സന്ദർഭത്തിൽ റൂഹും ജസദും വേർപ്പെടുമ്പോഴുണ്ടാകുന്ന കഠോരമായിട്ടുള്ള വേദന, ആ വെപ്രാളം നീ കണ്ടിരുന്നുവെങ്കിൽ, വലൗ തറാ, നീ അത് കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ, മനുഷ്യനുണ്ടല്ലോ പിന്നെ അധർമ്മങ്ങളിലേക്കൊന്നും പോകില്ല. എന്നിട്ട് പറയാണ്, വൽ മലായികത്തു ബാസിത്തു ഐദീഹിം, മലക്കുകൾ അവരുടെ കൈകൾ നീട്ടും, അഖ്രിജു അൻഫുസകും, നിങ്ങളുടെ നെഫ്സുകൾ അങ്ങോട്ട് പുറത്തെടുത്തോളൂ. അതൊരു പ്രയോഗമാണ്. വിശുദ്ധ ഖുർആന്റെ വന്നാസിആതി ഗർഖ എന്ന് പറയുന്ന അധ്യായത്തിൽ അവരുടെ ആത്മാക്കൾ വലിച്ചെടുക്കുന്ന രംഗങ്ങൾ പറയുന്നുണ്ട്. ഹദീസിൽ വന്നിട്ടുണ്ട്, ഈ മുളം കാടുകളുണ്ടല്ലോ, അതിനകത്ത് നിന്ന് പഞ്ഞിക്കൂട്ടം വലിച്ചെടുക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടാണ്, അതുപോലെ പ്രയാസകരമായിരിക്കും ഒരവിശ്വാസിയുടെ ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തുമ്പോൾ എന്നാണ്. അത് മരണവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ അവരുടെ വെപ്രാളം നീ കണ്ടിരുന്നുവെങ്കിൽ എന്നാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. അള്ളാഹുവിൻ്റെ മേലെ സത്യമല്ലാത്തത് നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ഇന്ന് അപമാനകരമായിട്ടുള്ള ശിക്ഷ അനുഭവിച്ചു കൊള്ളുക എന്നവരോട് പറയും. എന്നാ വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അഹങ്കരിച്ചിരുന്നത് കൊണ്ട് നിങ്ങളത് അനുഭവിച്ചു കൊള്ളുക എന്നുള്ളതാണ്. ഇമാം ബുഖാരി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഈ ആത്മാവ് മരിച്ചു കഴിയുമ്പോഴേ അതിന് വാസനയുണ്ടാകുമെന്നാണ്. ഒരവിശ്വാസിയുടെ
പിന്നെ ആ ആത്മാവിൻ്റെ അടുക്കൽ നിന്നുണ്ടാകുന്ന വാസന എന്ന് പറയുന്നത് തഖ്റുജു മിൻഹു കഅൻതനി റീഹിൻ, ഏറ്റവും ദുർഗന്ധമായിരിക്കും എന്നാണ്. അങ്ങേറ്റത്തെ ദുർഗന്ധമായിരിക്കും. എന്നിട്ടോ മലക്കുകൾ ചോദിക്കും മാ അൻതന ഹാദിഹി റീഹ് എന്നാണ്. എവിടെന്നാണ്, ആരുടേതാണ് ഈ വൃത്തികെട്ട പിന്നെ മണം, ദുർഗന്ധം വമിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ മുനാഫിക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഖുർആനിൽ തന്നെ ആലമുൽ ബർസഖിലേക്ക് വ്യക്തമായിട്ടുള്ള പരാമർശങ്ങളാണ്, സൂചനകളാണ് ഖുർആൻ നൽകുന്ന. മുനാഫിക്കുകളെ കുറിച്ച് പറയുന്നത് സൂറ അത്തൗബ 101 9-ാം അധ്യായം 101 പറയുന്നു, സനുഅദ്ദിബുഹും മർറതൈൻ, അവർ 2 തവണ നാം ശിക്ഷിക്കും. സുമ്മ, പിന്നീട് യുറദ്ദൂന ഇലാ അദാബിൻ അലീം, പിന്നെ വമ്പിച്ച ശിക്ഷയിലേക്ക് അവർ നാം പിന്നെ തള്ളിവിടും എന്നുള്ളതാണ്. കപടവിശ്വാസികൾ. അപ്പം ഇതൊക്കെ പറയുമ്പോൾ എന്താണ് കപടവിശ്വാസികൾ, അവരുടെ ലക്ഷണം എന്താണ്, അവരുടെ എന്തുകൊണ്ടാണ് അവർ മുനാഫിക്ക് എന്ന് ആ വിഭാഗത്തിൽ പെട്ടുപോയത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ നടയെ സൂചിപ്പിച്ചല്ലോ, മലായിക്കത്തുകളുടെ ചോദ്യമുണ്ടാകും. ആ ചോദ്യങ്ങൾക്ക് ഈമാനുള്ള ആളുകൾക്ക് ഉത്തരം പറയാൻ കഴിയും, ഖുർആനിൻ്റെ ആളുകൾക്ക് ഉത്തരം പറയാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം അതിൻ്റെ 27-ാമത്തെ ആയത്തിൽ പറയുന്നു, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, സുസ്ഥിരമായ വചനം കൊണ്ട് വിശ്വാസമുള്ള ആളുകൾക്ക് സ്ഥൈര്യം നൽകും, തസ്ബീത്ത് നൽകും എന്നാണ്. എവിടെ? ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. അതിൻ്റെ ആശയം എന്ന് പറയുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏകദൈവ വിശ്വാസം, അത് കറപുരളാതെ അത് വിശ്വസിച്ചാൽ ഈ ദുനിയാവിലും ആഖിറത്തിലും, അഥവാ മരണാനന്തരമുള്ള ബർസഖി ലോകത്തും അവന് സ്ഥൈര്യമുണ്ടാകുമെന്നാണ്. കൊടുങ്കാറ്റ് വന്നാലും ഈ ദുനിയാവിൽ ഏകദൈവ വിശ്വാസമുള്ള ഒരാൾക്ക് അവനിങ്ങനെ ചാഞ്ചാടുകയില്ല, അവൻ അടിയുറച്ചു നിൽക്കും. ഒരു വടോ വൃക്ഷം കാറ്റുകളിൽ അത് മറിഞ്ഞു വീഴാതെ, അത് തകരാതെ, മുറിഞ്ഞു പോകാതെ നിൽക്കുന്നത് പോലെ രോഗങ്ങൾക്ക് മേൽ രോഗം വന്ന്, പരീക്ഷണങ്ങൾക്ക് മേൽ പരീക്ഷണം വന്ന്, ജീവിതത്തിൽ ഇനി എന്താണ് ചെയ്യുക എന്നറിയാതെ അന്താളിച്ച് നിൽക്കുന്ന, ഒരു വഴിയുമില്ലാതെ, കൺമുന്നിൽ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, ചികിത്സ ചെയ്ത് മടുത്തു എന്ന് പറയുന്ന അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ അവൻ്റെ മനസ്സിൽ ഈമാനുണ്ടോ എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ മനസ്സ് എൻ്റെ റബ്ബ് റഹ്മാനാണ്, എന്നെ രക്ഷിക്കും എന്നുള്ള ചിന്തയുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ആയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഖബറിലെ ചോദ്യങ്ങൾക്ക് മണിമണിയായി ഉത്തരം പറയാനുള്ള ശേഷി ഉണ്ടാവും. അതാണ് തസ്ബീത്ത്. നമ്മൾ ഈ മരിച്ചു കഴിഞ്ഞാൽ ഖബറടക്കം ചെയ്താലേ പിന്നെ മയ്യത്ത് ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ അടിയിലെ കുഴി അത് മൂടുമല്ലോ. അങ്ങനെ ആളുകൾ എന്ത് ചെയ്യും? 3 പിടി മണ്ണ് വാരിയിടാൻ ആരംഭിക്കുന്നു. ആ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി, ഇസ്തഗ്ഫിറൂ ലി അഖീകും വസ്അലൂ ലഹു തസ്ബീത്ത്. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസ. നിങ്ങളുടെ സഹോദരനാണ് ഈ മരണപ്പെട്ടത്, അവന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുക. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ എന്ന് നിങ്ങൾ തേടണം. വസ്അലൂ ലഹു തസ്ബീത്ത്, അദ്ദേഹത്തിന് തസ്ബീത്തിന് വേണ്ടി, സ്ഥൈര്യമുണ്ടാകാൻ വേണ്ടി, മലക്കുകളുടെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ വേണ്ടിയുള്ള ആ ഒരു സ്ഥിരത, സ്ഥൈര്യം അത് നൽകണമേ എന്നാണ്. അതാണ് നമ്മൾ ആ ഹദീസിൻ്റെ വെളിച്ചത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ തസ്ബീത്ത് ചൊല്ലുന്നത്. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. ഇത് നമ്മൾ പിന്നെ ഇതേ അർത്ഥം വരുന്ന മറ്റ് പ്രാർത്ഥനയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഹൃദിസ്ഥമാക്കി
ആത്മാർത്ഥമായിട്ട് നമ്മളൊക്കെ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ വസീയത്ത് ചെയ്യണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കബറടക്കം ആ വേളയിൽ ഇത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് ചെയ്യണം. അപ്പം അതിൽ പറയുന്നത് എന്താ? അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. അല്ലാഹുവേ, ഈ ചോദ്യങ്ങളുടെ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ധൈര്യം നൽകണമേ. ഭയമില്ലാതെ ധൈര്യമായിട്ട് ഉത്തരം പറയാനുള്ള ഒരു ശേഷി എന്ന് മാത്രമല്ല, ആ ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണമേ എന്ന. അതാണ് അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിക്ക്, ഒരു തൗഹീദുള്ള ആൾക്ക് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും ഇതില്ല. ഷിർക്ക് വരുന്ന ജീവിതത്തിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾക്ക് ഖബറിൽ ഉത്തരം പറയാൻ കഴിയില്ല. ആർക്കാണ് ഈ വാഗ്ദാനമുള്ളത്? യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് എന്നാണ്. ഈമാനുള്ള ആളുകൾക്ക്. ഈമാൻ എന്ന് പറയുമ്പോൾ അടിയുറച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ചിന്ത. ഈ ഖബറിൽ രക്ഷയും ശിക്ഷയും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, പലിശ വാങ്ങി ഭക്ഷിക്കുന്ന, പലിശയുമായി ബന്ധപ്പെടുന്ന എന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ലാതെ, ഗത്യന്തരമില്ലാതെ, നിർബന്ധിത സാഹചര്യത്തിൽ പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് അല്ലാഹുവിനോട് അത് പുറത്തു തരാൻ നിരന്തരമായി ഇസ്തിഗ്ഫാർ നടത്തണം. എന്നാൽ സമ്പത്ത് മോഹിച്ചുകൊണ്ട് അങ്ങനെ പലിശ വാങ്ങുന്ന ആളുകളുണ്ടല്ലോ, അവരനുഭവിക്കുന്ന ശിക്ഷ, വ്യഭിചാരികൾ അനുഭവിക്കുന്ന ശിക്ഷ, നമസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ശിക്ഷ, ഖുർആൻ കൈയൊഴിക്കുന്ന ആളുകൾക്ക് ഉള്ള ശിക്ഷ. ഖുർആനൊക്കെ ഒരു വെളിച്ചം പരീക്ഷ എഴുതാൻ പറഞ്ഞാലോ, ഖുർആൻ ലേണിങ്ങിന് വരാൻ പറഞ്ഞാലോ സമയമില്ല, അതിന് മനസ്സങ്ങട് ഒരുങ്ങുന്നില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ മിഅ്റാജിന്റെ രാവിലെ പോയപ്പോൾ ഒരു മനുഷ്യന്റെ തല, അത് ഹദീസിൽ വന്നതാ, മലക്കുകൾ പിന്നെ പാറയുടെ കഷ്ണം കൊണ്ട് അടിച്ച് പൊളിക്കുകയാണ്. അങ്ങനെ അടിക്കുമ്പോൾ ഈ പിന്നെ വസ്തു തെറിക്കുകയാണ്. അങ്ങനെ മലക്കുകൾ അത് വീണ്ടും എടുത്തു കൊണ്ടുവരുന്നു. അപ്പോഴേക്കും ഇത് പൂർവ്വസ്ഥിതിയിലാകുന്നു. വീണ്ടും അത് അടിക്കുന്നു. അങ്ങനെയുള്ള ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരും എന്ന് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഒരിക്കല് ഭർത്താവായ റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവായ അബൂ സുഫിയാന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സഹോദരനായിട്ടുള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയിൽ നിനക്ക് ഖബറിന്റെ അദാബിന്റെ രക്ഷ ചോദിച്ചൂടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്. വലൗ കുന്തി സഅൽതില്ലാ അൻ യുഈദക മിൻ അദാബിൻ നാരി വഅദാബിൽ ഖബരി കാന ഖൈറൻ വഅഫ്ളൽ. നരകത്തിന്റെ അദാബെന്നും ഖബറിന്റെ അദാബെന്നും അള്ളാഹുവിനോട് ഒരു ശരണം തേടുകയാണെങ്കിൽ അത് കൂടുതൽ നന്നാകുമായിരുന്നു എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, അള്ളാഹുവിന്റെ റസൂല് നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടണമെങ്കിൽ 4 കാര്യത്തിൽ നിന്ന് രക്ഷ ചോദിക്കാതെ സലാം വീട്ടാറില്ല എന്നാണ്. എന്താണ്? മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാ. എന്താ ഹദീസിൽ പറയുന്നത്? ഇദാ തശഹദ അഹദുകും ഫൽയസ്തഇദ് ബില്ലാഹി മിൻ 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടാതെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുക, നിങ്ങൾ അതിൽ നിന്ന് രക്ഷ തേടൂ. നിങ്ങൾ അത്തഹിയാത്തിന്, തശഹുദിന് ഇരുന്നാൽ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ 4 കാര്യങ്ങൾ, ഇതെന്ന് രക്ഷ തേടാതെ റസൂലുള്ള നമസ്കാരത്തിന് സലാം വീടൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് ഇതൊക്കെ പ്രാർത്ഥിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാ. നോക്കൂ, നമ്മളെപ്പോഴും ഈ നമസ്കാരത്തിൻ്റെ ഫറളുകൾ മാത്രം നോക്കി പിന്നെ അത്തഹിയാത്തും സലാത്തും കഴിഞ്ഞ് ഉടനെ സലാം വീട്ടുന്ന
ആ ഒരു അടക്കവും ഒതുക്കവും പ്രാർത്ഥനാ മനോഭാവവും ആത്മാർത്ഥതയും ശാന്തമായിട്ടുള്ള തുമഅ്നീനത്തും ഇതൊക്കെ ഉൾക്കൊണ്ടുള്ള ഒരു വളരെ പരമപ്രധാനമായിട്ടുള്ള ഏറെ പവിത്രമായിട്ടുള്ളൊരു ഇബാദത്തായിട്ട് നമസ്കാരത്തെ നമ്മൾ കാണുകയും ആ രൂപത്തിൽ അത് നിർവഹിക്കുകയും വേണം. അപ്പോൾ അള്ളാഹുവിനോട് ഖബറിൻ്റെ അദാബിൽ നിന്ന് രക്ഷ തേടുക. പ്രിയമുള്ളവരെ, ഖബറിൻ്റെ അദാബിൽ നിന്ന് രക്ഷ തേടുക എന്ന് പറയുമ്പോൾ ആ ആളുകൾക്ക് അതിൻ്റെ ഗൗരവം എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഖുർആൻ കൈയൊഴിക്കുന്ന, നമസ്കാരം വർജിക്കുന്ന, നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ശിക്ഷ, അതുപോലെ തന്നെ ചീന മാംസം തിന്നുന്ന വ്യഭിചാരിണികൾ, അതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഖബറിലെ അദാബ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൃഗങ്ങളുണ്ടല്ലോ, ആ മൃഗങ്ങൾ പോലും ഖബറിലെ അദാബിൻ്റെ ശബ്ദം കേൾക്കും എന്നുള്ളതാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ നൽകുന്ന, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു വചനമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലുണ്ട് ജൂത സ്ത്രീകൾ വന്നു. അവർ പറയാണ്, വൃദ്ധരായിട്ടുള്ള സ്ത്രീകളാണ്, ഖബറിൽ ശിക്ഷ ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സംശയമായി. റസൂലുള്ള വന്നു, റസൂലുള്ളാഹിനോട് ചോദിച്ചു. അപ്പോൾ റസൂലുള്ള പറയാണ്, സ്വദഖതാ, ആ രണ്ട് വനിതകളും പറഞ്ഞത് സത്യമാണ്. ഇന്നഹും യുഅദ്ദബൂന അദാബൻ, അവർ ശിക്ഷ അതിന് വിധേയമാകുന്നു. തസ്മഉഹുൽ ബഹായിമു കുല്ലുഹാ, മുഴുവൻ, ബഹായിം എന്ന് പറഞ്ഞർത്ഥം ബഹീമത്ത്, ബഹായിം മൃഗങ്ങൾ, അവ ഈ ശിക്ഷ കേൾക്കുന്നു എന്നുള്ളതാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ. നമ്മൾ ഇന്ന് വെറും ഈ മായാ ലോകത്താണ് നമ്മൾ, വിനോദം, അതിൻ്റെ മുമ്പിലാണ് നമ്മൾ വെറും കളിയും തമാശയും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുമ്പിലാണ്. ഇതുപോലെ ആ ഖബറെന്ന് പറയുന്ന ഏകാന്തനായി ജീവിക്കേണ്ടെന്ന ആ ലോകത്തനുഭവിക്കുന്ന അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ച് ആലോചിച്ച് മനസ്സിനെ ഒന്ന് നിർമ്മലമാക്കി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പശ്ചാത്തപിച്ച് പാപമോചനം തേടി അള്ളാഹുവിലേക്ക് അടുക്കാൻ ആരുണ്ട് എന്ന് ഓർക്കുക. നമ്മൾ പറഞ്ഞല്ലോ, പ്രധാനമായും രണ്ടവസ്ഥ. ഒന്ന് അവിശ്വാസിയുടേത്, വിശ്വാസിയുടേതോ അവന് സ്വർഗീയ പരിമളമുണ്ടാകും. സ്വർഗത്തിലേക്ക് ആ ഖബറെന്നൊരു ഒരു വാതിൽ തന്നെ തുറക്കപ്പെടും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയായ മനുഷ്യൻ്റെ അർവാഹുകൾ, അമ്പിയാക്കളുടെ അർവാഹുകൾ, അതുപോലെ അധർമ്മകാരികളുടെ അർവാഹുകൾ, അവരെക്കുറിച്ച് ഹദീസിൽ കാണാം. അള്ളാഹിൻ്റെ റസൂല് മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. അതെന്താ? അള്ളാഹിൻ്റെ റസൂല് മരണവേദന കൊണ്ട് കടന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കും. ആ സന്ദർഭത്തിൽ റസൂലുള്ള പറയാണ്, അല്ലാഹുമ്മ ഇലർ റഫീഖിൽ അഅ്ലാ, അല്ലാഹുവേ ഉന്നതരായ കൂട്ടുകാരിലേക്ക് എന്ന് പറയാണ്. അപ്പോൾ എന്താണ് അർ റഫീഖുൽ അഅ്ലാ എന്ന് പറഞ്ഞാൽ? അത് മുഖറബുകളായിട്ടുള്ള മലക്കുകളും അതുപോലെ തന്നെ അമ്പിയാക്കളും, അവരോടൊപ്പം എൻ്റെ ആത്മാവിനെയും ചേർക്കണമേ എന്നാണ് റസൂലുള്ള പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി അദ്ദേഹത്തിന്റെ കിതാബുർ റൂഹ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു, റൂഹുൽ ഖരീമതു ഫിർ റഫീഖിൽ അഅല ഫി അഅല ഇല്ലിയീൻ മഅ അർവാഹിൽ അംബിയാ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആ പവിത്രമായ ആത്മാവെന്ന് പറയുന്നത് ഇല്ലിയീനിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് ഇതര അമ്പിയാക്കളുടെ ആത്മാക്കളോടൊപ്പമാകുന്നു. ആ റൂഹുൽ കരീമ, ആ ആദരവാക്കപ്പെട്ട ആത്മാവ് എന്നാണ്. അർവാഹു ശുഹദാ, രക്തസാക്ഷികളുടെ ആത്മാക്കളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം അതിൻ്റെ സൂക്തം ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ നടയെ സൂചിപ്പിച്ചു. അതോടൊപ്പം ചേർത്ത് വെക്കാനുള്ള ഒരു പ്രവാചക വചനം ഈ സന്ദർഭത്തിൽ കേൾക്കുക. അർവാഹുഹും ഫീ അജ്വാഫി ത്വയ്രിൻ ഖുളിൻ, പച്ചവർണ്ണമുള്ള കിളികളുടെ അന്തർഭാഗത്തായിരിക്കും രക്തസാക്ഷികളുടെ ആത്മാക്കൾ എന്നാണ്. ലഹാ ഖനാദീലു മുഅല്ലഖതും ബിൽ അർശ്,
അവർക്ക് അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൽ ബന്ധിപ്പിക്കപ്പെട്ട ദീപങ്ങൾ ഉണ്ടായിരിക്കും. തസ്റഹു മിനൽ ജന്നത്തി ഹൈസു ഷാഅത്ത്. അവര് ആ ആത്മാക്കളുണ്ടല്ലോ, രക്തസാക്ഷികളുടെ ആത്മാക്കള്, അവ സ്വർഗത്തിൽ അവർ ഇഷ്ടപ്രകാരം അവ അങ്ങനെ പറന്ന് മേഞ്ഞ് നടക്കുമെന്നാണ്. പിന്നീട് അവരെന്ത് ചെയ്യും? ആ ദീപങ്ങളിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ്. അതുപോലെ അർവാഹുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ആത്മാക്കളെ കുറിച്ച് പറയുന്നു. ഇന്നമാ നസമത്തുൽ മുഅ്മിനി തൊയ്റുൻ. ഇത് ബുഖാരിയുടെ ഇബ്നു മാജയുടെ അതുപോലെ ഇമാം നിസായിയുടെ വിവിധ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നതാ. വിശ്വാസിയുടെ ആത്മാവോ അത് തൊയ്റുൻ യഅലുഖു ഫീ ഷജറിൽ ജന്ന, അത് സ്വർഗത്തിലെ വൃക്ഷത്തിലായിരിക്കും എന്നാണ്. ഹത്താ യർജിഉ അല്ലാഹു ഇലാ ജസദിഹി യൗമൽ ഖിയാമ. നോക്കൂ, ഖിയാമത്ത് നാളിൽ അവരുടെ ശരീരങ്ങളിലേക്ക് ആ ആത്മാക്കൾ മടക്കുന്നത് വരെ അങ്ങനെയായിരിക്കുന്ന ഈ ഹദീസിലൊക്കെ പാഠങ്ങളുണ്ട്, ചിന്തിക്കണം. നമ്മൾ പറയാം, അത് പറയാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ ആളുകളുടെ ആത്മാക്കളെ പലരും പലതും പറയാം. പലരുടെയും ആത്മാക്കൾ മരിച്ചു കഴിഞ്ഞാൽ കണ്ടുമുട്ടും, ബന്ധുക്കളായ ആത്മാക്കൾ, എന്നിട്ട് സംസാരിക്കും, വിശേഷം ചോദിക്കും എന്നൊക്കെ ഇങ്ങനെ ചില ആളുകൾ പ്രസംഗിക്കാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിഞ്ഞൂടാ. ഹിജറ 1420 വഫാത്തായിട്ടുള്ള സമാഹത്തു ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ചോദിക്കുകയുണ്ടായി, ഹൽ തതലാഖൽ അർവാഹു ബഅദൽ മൗത്ത്, മരണാനന്തരം ഈ ആത്മാക്കളൊക്കെ പരസ്പരം കണ്ടുമുട്ടി സംസാരിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ളത്. അപ്പം അദ്ദേഹം പറയാം, അല്ലാഹു അഅലം, അത് അല്ലാഹുവാണ് കൂടുതൽ അറിയുക. ലാ അഅലമു ഫീ ഹാദാ നസ്സൻ സാബിതൻ, ഈ വിഷയത്തില് ഖണ്ഡിതമായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരപ്പെട്ട ഒരു രേഖ, ഒരു പ്രമാണമില്ല. വഇന്നമാ ദകറ ബഅദു അഹ്ലിൽ ഇൽം, ചില പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ട്. ഹാദൽ മഅന, ഈ ആശയത്തിലുള്ള, അതായത് ഈ ആത്മാക്കളൊക്കെ പരസ്പരം കണ്ടുമുട്ടും, സംസാരിക്കും, മകന്റെ വിശേഷം എന്താ, ഭാര്യന്റെ അവസ്ഥ എന്താ എന്നൊക്കെയുള്ള കാര്യം ഉണ്ടല്ലോ. ഇബ്നുൽ ഖയ്യിം ഫീ കിതാബിർ റൂഹി വഗൈരിഹി, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കിതാബുർ റൂഹിലും അതുപോലെ മറ്റു പല പണ്ഡിതന്മാരും അവരുടെയൊക്കെ രചനകളിലും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. വലാകിൻ, എന്നിട്ട് അദ്ദേഹം പറയും, ഇതാണ് പോയിന്റ്. വലാകിൻ, പക്ഷേ ഞാൻ അവസാനിപ്പിക്കുക, ഹാദിഹിൽ മസായിലു തഹ്താജു ഇലാ ദലീലിൻ അനിൽ മഅസൂമി അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഇസ്ബാത്തിൽ ലിഖാ. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം നമുക്ക് ജനങ്ങളോട് പറയണമെങ്കിൽ അത് മഅസൂമായ, പാപസുരക്ഷിതനായിട്ടുള്ള അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് വ്യക്തമായിട്ടുള്ള ക്ലിയർ കട്ടായിട്ടുള്ള പ്രമാണം വേണം. അപ്പോ അതിനർത്ഥം എന്താ? ആത്മാക്കൾ പരസ്പരം കണ്ടുമുട്ടി സംസാരിക്കുമെന്നില്ല. നമ്മൾ തൊട്ടു മുമ്പേ ഈ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പേ വായിച്ച ഹദീസിൽ എന്താ? വിശ്വാസിയുടെ ആത്മാക്കൾ സ്വർഗത്തിലെ വൃക്ഷങ്ങളിലായിരിക്കുമെന്ന് പറഞ്ഞു. ഏതുവരെ? പുനരുദ്ധാന നാളില് അവരുടെ റൂഹുകൾ ആ ശരീരങ്ങളിലേക്ക് മടക്കുന്നത് വരെ. അഥവാ ആത്മാക്കൾ ദുനിയാവിലേക്ക് വരുന്നില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? ആ ലോകത്താണ് അവർ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് നോക്കൂ, എന്തെല്ലാം കഥകളാണ്. ഒരാൾ ഉറങ്ങുമ്പോൾ മരണപ്പെട്ടു പോയ പിതാവ് വന്നു, മകനെ, ഞാൻ ഇന്ന ആൾക്ക് കടം കൊടുക്കാനുണ്ട്, നീ അത് കൊടുക്കണം. അങ്ങനെ ഇദ്ദേഹം പിറ്റേ ദിവസമോ ആ പറഞ്ഞ ആളെ കാണുന്നു. അയാളെ കാണുമ്പോൾ, എൻ്റെ ഉപ്പ നിങ്ങൾക്കൊക്കെ പണം തരാനുണ്ടോ? ആ ഉണ്ട്. അപ്പം അത് ശരിയാണ്. ഇങ്ങനെയൊക്കെ ഉള്ള പല സംഭവങ്ങളും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെയുള്ള കഥകളും സംഭവങ്ങളും ആര് പറഞ്ഞാലും രേഖ ഖുർആൻ, അത് കഴിഞ്ഞാൽ സ്ഥിരപ്പെട്ട ഹദീസ് അതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സഹോദരങ്ങളെ, ഒരു കാര്യം കൂടെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുക. രക്തസാക്ഷികളുണ്ടല്ലോ, ആ രക്തസാക്ഷികളെ കുറിച്ച് പറയാ. ഹദീസ് വായിക്കുന്നില്ല, അർത്ഥം മാത്രം പറയുന്നു. അവർക്ക് എല്ലാം പൊറുക്കപ്പെടും എന്നുള്ളതാണ്. എന്നാലോ ഇല്ല ദൈൻ, കടമൊഴികെ. അപ്പൊ ഈ കടം വാങ്ങുന്ന ആളുകളും
അതുപോലെ വാങ്ങിയിട്ടും അതൊരു പ്രശ്നമല്ല എന്ന് ചിന്തിച്ചൊക്കെ നടക്കുന്ന ആളുകളുണ്ടല്ലോ. നല്ലവണ്ണം ചിന്തിക്കുക. അള്ളാന്റെ മാർഗത്തില് ജീവൻ സമർപ്പിച്ചിട്ടുള്ള രക്തസാക്ഷികൾക്ക് പോലും കടം എന്നുള്ളത് മാപ്പാക്കപ്പെടുകയില്ല, പൊറുക്കപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കടം നിസ്സാര സംഗതിയല്ല, അതിൻ്റെ ഭവിഷ്യത്ത്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, കടം വാങ്ങി അങ്ങനെ ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതൊക്കെ വലിയ ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കി നിയന്ത്രണം വരുത്തുക. അതുപോലെ ഖബർ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഒരുപാട് സംഗതികൾ പ്രവാചകൻ പഠിപ്പിച്ചു. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ വിട്ടു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടെ അള്ളാഹു തൃപ്തിപ്പെടുന്ന മക്കത്തൊക്കെ പലപ്പോഴും ഇമാമുമാർ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ അൻത തവഫനാ വ അൻത റാളിൻ അന്നാ എന്ന്. അതായത് ഞങ്ങൾ മരണപ്പെടുമ്പോൾ, ഞങ്ങളെ മരിപ്പിക്കുമ്പോൾ ഞങ്ങളെക്കുറിച്ച് നീ തൃപ്തിപ്പെടണമേ എന്നാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം, അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് ഈമാനോടുകൂടെ അങ്ങനെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആലമുൽ ബർസഖിൽ ഏറ്റവും നല്ല സ്വർഗീയ പരിമളം നേടി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അനുഭവിച്ചുകൊണ്ട് ആ കാലം കഴിക്കാനും ആഖിറത്തിൽ വലിയ വിജയം നേടുവാനും അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.